ഹായ്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. 27/24 വെയ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കണക്ക് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം മിശ്ര ഭിന്നസംഖ്യകളുടെ സങ്കലനമാണ്. ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. മിശ്ര ഭിന്നം, സാധാരണ ഭിന്നം, വിഷമ ഭിന്നം. ഇതിൽ മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ടൈപ്പ് ഭിന്നങ്ങൾ, അതായത് 2, 1, 2 ഇങ്ങനെ ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും കൂടി ചേർന്നതിനെയാണ് നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ ഈ വലതുഭാഗത്ത് കാണുന്ന ഭാഗം, അതായത് 1/2, 1/3, 1/4 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാധാരണ ഭിന്നം എന്ന് പറയും. അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. ഇത് നേരെ റിവേഴ്സാക്കി ഇട്ട് കഴിഞ്ഞാൽ വിഷമ ഭിന്നം, അതായത് വലിയ അംശവും ചെറിയ ഛേദവും 2/1, 3/1 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയ അംശം ചെറിയ ഛേദം, ഇതിനെയൊക്കെ വിഷമ ഭിന്നം എന്ന് പറയും. ഇനി ഇതിലൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത്, ഈ മിശ്ര ഭിന്നത്തിനെ വിഷമ ഭിന്നമായിട്ടും വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം നമുക്ക് 2 വിധത്തിൽ ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഭിന്നസംഖ്യ വരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് എഴുതിയിട്ട് കൂട്ടുക. 1/3, 1/2, 1/4 ഈ ഭാഗങ്ങൾ മാത്രം എഴുതിയിട്ട് കൂട്ടുക. അതുപോലെ തന്നെ ഈ പൂർണ്ണസംഖ്യകൾ മാത്രമുള്ള ഭാഗം, അതായത് 2, 3, 4 ഇത് മാത്രമായിട്ട് എഴുതിയിട്ട് കൂട്ടുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരവും ആദ്യം കൂട്ടിയതിൻ്റെ ഉത്തരം കൂടി തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, അതൊരു ജനറൽ മെത്തേഡാണ്. അത് എല്ലാതരം ഭിന്നസംഖ്യകൾക്ക് അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആ മെത്തേഡിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മിശ്ര ഭിന്നങ്ങൾ തന്നെയൊക്കെ വിഷമ ഭിന്നങ്ങളൊക്കെ 2, 1/2 നമ്മൾ ഈ 2, 4, 4, 3, 5, 5/2 ഇങ്ങനെ വിഷമ ഭിന്നങ്ങളാക്കാം. എന്നിട്ട് സാധാരണ ഭിന്നസംഖ്യകൾ കൂട്ടുന്ന പോലെ എല്ലാ വിഷമ ഭിന്നങ്ങളെയും കൂട്ടാം. അതെങ്ങനെയാണെന്ന് നോക്കാം. 2, 1/2 വിഷമഭിന്നത്തിലാക്കുക എന്ന് വെച്ചാൽ 2 × 2 4, 4 + 1 5, 5 ഛേദമായിട്ടുള്ള 2 താഴെ എഴുതാം, 5/2. അതേപോലെ 3, 1/3 ആക്കാൻ 3, 9, 9, 1, 10, 10 ഛേദമായിട്ടുള്ള അടിയിലുള്ള 3, 10/3 പ്ലസ് 4, 1/4 4, 4, 16, 1, 17/4. ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന എല്ലാ മിശ്രഭിന്നങ്ങളെയും നമ്മൾ വിഷമ ഭിന്ന രൂപത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് ഛേദത്തിൻ്റെ എല്ലാത്തിൻ്റെയും എൽസിയം എടുക്കുക. അതായത് എൽസിയം ഓഫ് 2, 3, 4 ഇതിൻ്റെ എല്ലാ എൽസിയം എടുക്കുക. എൽസിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൽസിയം 12 കിട്ടും. ഇനി എൽസിയം കൊണ്ട് എല്ലാത്തിനും ഗുണിക്കുക. 5/2 ഗുണിക്കണം 12 പ്ലസ് 10/3 ഗുണിക്കണം 12 പ്ലസ് 17/4 ഗുണിക്കണം 12 ഹോൾ ഡിവൈഡഡ് ബൈ 12. ഇവിടെ 12-ൽ 2 6 വട്ടം പോകും, 12-ൽ 3 4 വട്ടം പോകും, 12-ൽ 4 3 വട്ടം പോകും. ഇതൊക്കെ നേരിട്ട് ഗുണിക്കുക. 5×6 30 പ്ലസ് 10×4 40 പ്ലസ് 17×3 51 ഹോൾ ഡിവൈഡഡ് ബൈ 12. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 121/12 കിട്ടും. 121-നെ 12 കൊണ്ട് ഹരിച്ച് നോക്കുക. 10 120 ശിഷ്ടം 1. നമുക്ക് കിട്ടിയ ഹരണഫലമായിട്ടുള്ള 10 ആദ്യം എഴുതുക, അതിനുശേഷം ശിഷ്ടം എഴുതുക, അതിനുശേഷം ഹരിച്ച 12 എഴുതുക. നമ്മുടെ ഉത്തരം 10 1/12. 100 3 × 1000 5 = 10 x ആയാൽ എക്സിൻ്റെ വില. ഇവിടെ ഉത്തരത്തിൽ എക്സ് എന്ന് പറയുന്നത് ബേസ് 10 ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിൽ കാണിച്ചതിന് ഈ ഭാഗത്തിനെയും ബേസ് 10 ആക്കിയിട്ട് മാറ്റാം. 100-നെ നമുക്ക് 10/2 എന്ന് എഴുതാം. അതുപോലെ 1000-നെ നമുക്ക് 10/3 എന്ന് എഴുതാം. അങ്ങനെ ഒന്ന് മാറ്റി എഴുതാം. 100-നെ 10/2 എഴുതി, ആ മുകളിലുള്ള പവർ അതേപോലെ തന്നെ എഴുതി 3 ഗുണിക്കണം. 1000-നെ നമ്മൾ 10/3 എഴുതി, പവർ അതുപോലെ തന്നെ എഴുതി 5. ഇപ്പോൾ നമുക്ക് ഇത് m ഹോൾ റേസ് ടു n എന്നുള്ള ആ ഫോർമാറ്റിലാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് m × n ഇങ്ങനെ എഴുതാം. അതായത് ഇവിടെ 10/2 ഹോൾ 3 എന്നുള്ളതിനെ 10/2 × 3 ഇങ്ങനെ എഴുതാം. 10/6 10/2 × 10/6 ഇൻറ്റു 10/3 ഹോൾ 5 എന്ന് പറയുമ്പോൾ 10/15. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് a raised to m × a raised to n എന്നുള്ള ഫോർമാറ്റാണ്.
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് a⁻m+n എന്ന് എഴുതാം. അതായത് 10⁻6 + 15 എന്ന് എഴുതാം. അതായത് 10⁻21. ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 10⁻21 എന്ന് പറയുന്നത് 10⁻x ആണ്. അത് ബേസ് സെയിം ആയതുകൊണ്ട് ഈ 10 നമുക്ക് എടുക്കേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. മുകളിലത്തെ ഭാഗം മാത്രം എടുത്ത് നോക്കാം. അപ്പോൾ 21 = x എന്ന് കിട്ടും. അതായത് x = 21 എന്ന് കിട്ടും. ഇതിൽ ഓപ്ഷൻ എ. ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 ആയ പൊതുവ്യത്യാസം എത്ര? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം m-ഉം m-ാം പദം n-ഉം ആയാൽ പൊതുവ്യത്യാസം എപ്പോഴും നെഗറ്റീവ് ഒന്നായിരിക്കും. അടുത്ത ചോദ്യം, എയുടെ 30%, ബിയുടെ 20% ആയാൽ a + b = b - a എത്ര? എയുടെ 30% എന്ന് കഴിഞ്ഞാൽ a × 30/100 എന്നാണ് അർത്ഥം. അതായത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /100 എന്നാണ് അർത്ഥം. ബിയുടെ 20% എന്ന് പറഞ്ഞാൽ b × 20/100. രണ്ട് സൈഡിലും /100 നമുക്ക് ആ /100 വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് a × 30 = b × 20, അതായത് 30 a = 20 b എന്നാക്കി. നമ്മൾ ഇതിനെ a/b എന്നാക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എയുടെ സൈഡിലുള്ള നമ്പർ ഈ നമ്പർ കവർ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയുള്ള നമ്പറാണ് എയുടെ നമ്പർ. അപ്പോൾ നമുക്ക് 20 മാത്രമേ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എയുടെ വാല്യൂ 20 ബിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ബിയുടെ സൈഡത്തെ നമ്പർ കവർ ചെയ്യുക. ബാക്കിയുള്ള നമ്പർ നോക്കാം. ബിയുടെ വാല്യൂ 30. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 20 ആണ്, ബി എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് മനസ്സിലായി. ഇനി ഈ സമവാക്യത്തിൽ അപ്ലൈ ചെയ്യും. കണ്ടുപിടിക്കാനുള്ള സമവാക്യത്തിൽ അപ്ലൈ ചെയ്യാം. അതായത് a + b = b - a ഇതിൽ അപ്ലൈ ചെയ്യാം. a + b എന്ന് പറഞ്ഞാൽ 20 + 30. b - a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 - 20. ഇവിടെ നമുക്ക് 50 കിട്ടി, ഇവിടെ നമുക്ക് 10 കിട്ടി. അതായത് 50:10. ഇത് നമ്മൾ ലഘൂകരിച്ച് കഴിഞ്ഞാൽ 5:1 കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു കോഡ് ബോക്സിൽ ബോംബെ = 52 ആയാൽ ഡൽഹി എത്രയാണ് ലഭിക്കുന്നത്? ബോംബെ എന്ന് എഴുതിയിട്ട് ആ അക്ഷരങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്കങ്ങൾ ആദ്യം എഴുതുക. ബി എന്ന് പറഞ്ഞാൽ 2, ഒ എന്ന് പറഞ്ഞാൽ 15, എം എന്ന് പറഞ്ഞാൽ 13, ബി എന്ന് പറഞ്ഞാൽ 2, എ എന്ന് പറഞ്ഞാൽ 1, വൈ എന്ന് പറഞ്ഞാൽ 25. ഇതെല്ലാം കൂട്ടി നോക്കുക. 28 58. നമുക്ക് 58 കിട്ടും. നമുക്ക് തന്നിരിക്കുന്നത് 52 എന്നാണ്. എങ്ങനെയാണ് ഈ 58 52 ആയതെന്ന് നോക്കാം. അതായത് ബോംബെ എന്ന് എഴുതുമ്പോൾ 1 2 3 4 5 6 അക്ഷരം ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ആ 6 58 കുറച്ചതാണ് ഈ കാണുന്ന 52. അങ്ങനെ നമ്മൾ ഇതേപോലെ ഡൽഹിയും ചെയ്ത് നോക്കാം. DELHI കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ഡിക്ക് വരാൻ 4, ഇ എന്ന് പറഞ്ഞാൽ 5, എൽ എന്ന് പറഞ്ഞാൽ 12, എച്ച് എന്ന് പറഞ്ഞാൽ 8, ഐ എന്ന് പറഞ്ഞാൽ 9. എല്ലാം കൂടി കൂട്ടുന്ന 9 18 18 30 38. നമുക്ക് 38 കിട്ടും. ഈ ഡൽഹി എന്ന രീതിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് നോക്കാം. 1 2 3 4 5. ആ 5 38 എന്ന് കുറയ്ക്കാം. 33 കിട്ടും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 33. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? സാധാരണ നമുക്ക് ഇവിടെ വർഷമായിരിക്കും തരേണ്ടത്. വർഷം തരുമ്പോൾ ഈ സൈഡ് ജസ്റ്റ് 6000 × 6/100 എന്ന് എഴുതിയിട്ട് വർഷം കൊണ്ട് ഗുണിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് വർഷമല്ല തന്നിരിക്കുന്നത്, മാസമാണ് തന്നിരിക്കുന്നത്. മാസത്തിന് നമ്മൾ വർഷമായിട്ട് കൺവേർട്ട് ചെയ്യണം. എത്ര മാസം തന്നാലും അതിന് വർഷമായിട്ട് കൺവേർട്ട് ചെയ്യാൻ /12 കൊടുക്കുക. ഇവിടെ നമ്മൾ 10 മാസമാണ് തന്നിരിക്കുന്നത്, അതിന് വർഷമായിട്ട് കൺവേർട്ട് ചെയ്യാൻ 10/12 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഈ കണക്ക് ചെയ്യേണ്ടത് 6000 × 6%, അതായത് 6/100 × 10 മാസം, അതായത് 10/12 വർഷം. ഈ വെട്ടാവുന്നവർക്ക് വെട്ടാം. 0 0 0 0 0 0 0 0 6 12 2 വട്ടം. ഇനി ഈ 2 600-ൽ 300 തവണ. ഓപ്ഷൻ ഡി. ബന്ധമില്ലാത്ത സംഖ്യയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതിൻ്റെ ഓപ്ഷൻ എ ആണ്. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ 361 എന്ന് പറഞ്ഞാൽ അത് 19ൻ്റെ സ്ക്വയറാണ്, 225 എന്ന് പറഞ്ഞാൽ അത് 15ൻ്റെ സ്ക്വയറാണ്, 625 എന്ന് പറഞ്ഞാൽ അത് 25ൻ്റെ സ്ക്വയറാണ്, ഈ 391 ഒന്നിൻ്റെയും സ്ക്വയറല്ല. അപ്പോൾ അതാണ് ഉത്തരം. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൃത്തമാണ്, അതായത് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രി ഒരു മിനിറ്റ് സൂചി കറങ്ങുന്നത് 1 മണിക്കൂർ കൊണ്ടാണ്, അതായത് 60 മിനിറ്റ് കൊണ്ടാണ്. അതായത് 60 മിനിറ്റ് കൊണ്ട് 360 ഡിഗ്രി തിരിയണ ഒരു സൂചി 40 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 360 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 60. 60ഉം 360ഉം വെട്ടിപ്പോകും 6 തവണ. 6 4 24, ഒരു 0 ബാക്കിയുണ്ട്. അപ്പോൾ 240 ഡിഗ്രി. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ ഉൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യയെ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ സംഖ്യനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു, ഉൽക്രമത്തിനെ നമ്മൾ 1/x എന്ന് വിളിച്ചു. ഇപ്പോൾ ചോദ്യത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യ അതിൻ്റെ ഉൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്. അതായത് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൽക്രമമായ 1/xൻ്റെ 16 മടങ്ങാണ്. എക്സ് എന്ന് പറയുന്നത് 1/xൻ്റെ 16 മടങ്ങാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 1/xനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ചരങ്ങളൊക്കെ ഒരു സൈഡിൽ, അക്കങ്ങളൊക്കെ വേറെ സൈഡിൽ. 1/x ഇവിടെ 16 ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/x അപ്പുറത്തോട്ട് പോകുമ്പോൾ 1/x എന്നുള്ളത് ഹരിക്കാനാകും. അതായത് 16 സമം എക്സ് ഹരിക്കണം 1/x എന്നാകും. ഭിന്നസംഖ്യകൾ ഉപയോഗിച്ച് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അതായത് 16 സമം എക്സ് ഇൻറ്റു എക്സ് ബൈ 1, 16 സമം എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് 16 സമം എക്സ് സ്ക്വയർ കിട്ടി. അപ്പം എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ റൂട്ടാക്കുക. എക്സ് സമം √16 സമം 4. അടുത്ത ചോദ്യം, 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 6. ഉത്തരം 6. ഏത് 6ൻ്റെ ഏത് പവറായാലും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 തന്നെയായിരിക്കും. അപ്പോൾ 6/2 എന്ന് പറഞ്ഞാൽ 36, ഒറ്റയുടെ സ്ഥാനത്ത് 6. 6/3 എന്ന് പറഞ്ഞാൽ 216, ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6. 6ൻ്റെ ഏത് പവർ എടുത്താലും അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 6 ആയിരിക്കും.